Hello guys, welcome back to my channel Gamer Master IT. 1 month ആയി തോന്നുന്നു. 1 month ago നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് കാലമായി. ഇന്ന് എൻ്റെ കസിൻ എൻ്റെ കൂടെ ഉണ്ട്. ഹായ് ഹലോ ഗൈസ്, ഞാൻ പൂട്ടിന് വന്നതാണ്. സ്കൂൾ പൂട്ടായതുകൊണ്ട് അവൻ വന്നതാണ് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവനെ വെച്ചൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ച് GTA 4ൻ്റെ നമ്മളിതുവരെ GTA 4 കളിച്ച് വീഡിയോ ഇട്ടിട്ടുള്ളെങ്കിൽ ഓർമ്മയില്ല, ഇട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ GTA 4ൻ്റെ ഒരു വീഡിയോ കളിച്ചിട്ടാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവൻ ഒരു ചലഞ്ച് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ മാപ്പിൽ അവൻ എനിക്കൊരു ടാർഗറ്റ് ഇട്ട് തരും. അവിടെ വരെ ഞാൻ വണ്ടി തട്ടിക്കാതെയും മുട്ടിക്കാതെയും റൂൾസ് അത് ഭയങ്കര പാടാണ് കേസ്. റൂൾസ് പാലിച്ച് കൊണ്ട് പോകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനൊരു ടാർഗറ്റ് ഇട്ട് കൊടുക്കും. അവൻ അവിടെ വരെ കൊണ്ടുപോകണം. അതാണ് ചലഞ്ച്. ഓക്കെ, ആരാണ് നിങ്ങൾ തീരുമാനിക്കണം ആരാണ് ഏറ്റവും കൂടുതൽ GTA 4 കളിക്കാൻ എക്സ്പേർട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് GTA 4 ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, GTA 4 നീ പൊട്ടുവാടാ. ഞാൻ എത്ര കാലമായി ഗെയിം കളിക്കുന്ന. അത് വെച്ചപ്പോൾ ഞാൻ ചെയ്യണം. ഇവനെക്കാട്ട് എന്തായാലും ഞാൻ പോയിന്റ് എടുക്കും ഗൈസ് ഞാൻ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അത് ചെയ്ത് ഞാൻ വീഡിയോയിൽ നീ ജയിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു കാഡ്ബറി ഡയറി മിൽക്ക് സിൽക്ക് ബബിളായിട്ട് വാങ്ങിച്ചു തരും. പറഞ്ഞ് കേട്ടില്ലേ? ഞാൻ മേടിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് തെറി ഇടും. പോടാ, നമുക്ക് ഡയറി മിൽക്ക് സിൽക്ക് ബബിളി ഒന്ന് വാങ്ങിച്ചു കൊടുക്കാം. ഡയറി മിൽക്ക് നിങ്ങൾ ഈ വീഡിയോ കമൻറ്റ് ചെയ്യും. അതറിയില്ല, അങ്ങനത്തെ ഒരു ഡയറി മിൽക്ക് ഉണ്ട്. ബബിൾ സിൽക്കി കേട്ടിട്ടുണ്ട്. ഇവരെ എവിടുന്നാണ് ലോഡിങ് സ്ക്രീനാണ്. ഇന്ന് ഇതിൽ ഞാൻ ജയിക്കും ഉറപ്പാണ്. നീ എന്ത് വാങ്ങി തരും? 3 കുപ്പി സോഡ അല്ല എനിക്ക് 30 റുപ്യ എന്നാൽ ഞാൻ പല സമയത്ത് പല സോഡ കുപ്പിയിൽ വാങ്ങി. ഓക്കെ, ഒരു 20 ആയിക്കോട്ടെ, 20 രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നടക്കത്തില്ല. ചെറിയ ചക്കരാണ്. 7 വയസ്സായിട്ടുള്ളൂ, 8 വയസ്സായിട്ടുള്ളൂ. സ്പെഷ്യൽ താങ്ക് ടു ആറ്റൻഗൈയുടെ ഓരോ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്ക് GTA 4 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടിയത്. അപ്പോൾ GTA 5 അങ്ങനത്തെ പല കാര്യങ്ങളും ഞാൻ ആറ്റൻഗൈൻ്റെ കണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു ആറ്റൻഗൈ. ഓക്കെ, ആറ്റൻഗൈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയാണ് ആറ്റൻഗൈനോട്. ഓക്കെ, ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ചാൻസ് എൻ്റെയാണ്. ഇവൻ എനിക്കൊരു ടാർഗറ്റ് ഇട്ട് തരും. ആ ടാർഗറ്റിലേക്ക് ഞാൻ റൂൾസ് പാലിച്ച് വണ്ടി കൊണ്ടുപോകണം. ഓക്കെ, റൂൾസ് പാലിക്കണം. ഈ ചട്ടപ്പാണ് റൂൾസ് പാലിക്കണം. അതായത് ഇങ്ങനെ ഗണ്ണൊന്നും ചൂണ്ടാൻ പാടില്ല. അപ്പോൾ ഗണ്ണ് നമ്മളെടുത്ത് മാറ്റി വെക്കണം. ഗണ്ണ് മാറ്റിയിട്ട് ഗണ്ണ് ഈശയിലോട്ട് വെച്ചിട്ടുണ്ട്. ഈ നോക്കി വണ്ടി കയറാം. ഇവൻ ടാർഗറ്റ് ഇട്ട് തന്നോളും. എനിക്കറിയായിട്ട് ചോദിക്കുക, ഇത്രയും ഗണ്ണൊക്കെ എങ്ങനെ ഈ നിക്കോൻ്റെ നിക്കോന്റെ പോക്കറ്റ് നീ എന്തിനാ നോക്കുന്നത്? ടാർഗറ്റ് ഇട്. ഇനി ഞാൻ അവിടെ വരെ തട്ടിക്കാതെ കൊണ്ടോട്ടെ. എടാ അത്ര ദൂരം. തൽക്കാലത്തെ പാവയുണ്ട്. ഞാൻ ഇവിടെ വരെ കൊടുത്ത് ഞാൻ പാവാണ്. നിങ്ങളുടെ ശരിക്കും കിഡിലോസ്ക്ക് സ്വഭാവം അറിയാത്തോണ്ടാ. റൂൾസ് പാലിക്കണം. ട്രാഫിക് ഒന്ന് നമ്മൾ നോക്കണം. സീബ്ര ലൈൻ അതിനർത്ഥം സ്റ്റോപ്പ് ദ വെഹിക്കിൾ. ക്രോസ് ചെയ്ത് പോയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പാടില്ല. ഫോൺ കട്ട് ചെയ്യും. അല്ല റെഡ് അല്ല, അവിടെ ട്രാഫിക് ലൈറ്റ് ഇല്ല. ട്രാഫിക് ലൈറ്റ് ഇല്ല. വണ്ടി ഇതാ ഇവിടെ ഗ്രീനാണ്. ട്രാഫിക് ലൈറ്റ് ഇല്ല എന്ന് ഞാനാ പറയണേ. അവിടെ വേറെ വണ്ടികളൊക്കെ പോകുന്നുണ്ടല്ലോ. വളക്കിന് വണ്ടി പ്രശ്നമില്ല. ഇത് നേരെ പോണ വണ്ടി.
ട്രാഫിക് റൂൾ ഗ്രീൻ ഏരിയയുടെ അവിടെ ട്രാഫിക് ലൈറ്റ് ഉണ്ടോ എന്ന് തന്നെ സംശയം. പക്ഷേ കണ്ടാണ് ബാക്കറ്റ് ഞാൻ റൂൾ തെറ്റിച്ചിട്ടൊന്നുമില്ല ഗൈസ്. നിങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുന്നവരല്ലേ. ഇപ്പൊ മുന്നോട്ട് കയറ്റി ഇവന്റെ ഒരു കോയിൻ ഞാൻ കളഞ്ഞു. ഇവിടെ ഗണ്ണ് ഉപയോഗിക്കാൻ പാടില്ല. ഗണ്ണ് ഉപയോഗിക്കാൻ പാടില്ല. അതിനും തെറ്റി. ഗണ്ണ് യൂസ് ചെയ്തിട്ടില്ല. ഗണ്ണ് ചൂണ്ടിയിട്ടേ ഉള്ളൂ, യൂസ് ചെയ്തിട്ടില്ല. ഗണ്ണ് ദാ ഇങ്ങനെ ചൂണ്ടി നിന്നിട്ടേ ഉള്ളൂ, അതായത് യൂസ് ചെയ്തിട്ടില്ല. അടക്ക് പോയിന്റ് കുറയും. ഇപ്പൊ എനിക്ക് 8 പോയിന്റായേ, 10 8 ഒരു പോയിന്റ് ഗ്രീൻ യെല്ലോ. ഇനി ഒരു 100 ആണ്ട് ഇവിടെ കാത്തു നിൽക്കേണ്ടി വരും ഗൈസ്. അതാണ് പ്രശ്നം. ഇതാണ് റോയ്സ് റോയ്സ്. ഇത് റോൾസ് റോയ്സ് ഒന്നുമല്ല. പഴയ മോഡലാണ്. നിങ്ങൾക്ക് ഇതിന്റെ കാറിന്റെ പേരറിയെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ GTA 4 മാത്രമുള്ള കാറാണെന്ന് അറിയില്ല. കട്ടേ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇതിലൂടെ ഞാൻ എന്തായാലും തെറ്റിക്കാൻ പോണില്ല. എന്തായാലും തെറ്റിക്കാൻ പോണില്ല പറഞ്ഞോളാണ്. ഇനി തെറ്റിക്കില്ല. ഇനി നോക്കിക്കൊണ്ടാണ്. ഹൈ സ്പീഡ് ഈസ് എ പ്രോബ്ലം. ഹൈ സ്പീഡ് പോയാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് ആക്സിഡന്റിന് കാരണമാകും. അതുകൊണ്ട് നമ്മൾ എന്തായാലും സ്ലോ ആക്കണം. ഹെഡ്ലൈറ്റ് എപ്പോഴും ശ്രദ്ധിച്ച് സാറേ പറയാം. ഇത്ര 6 മാർക്ക്. ഇവിടെ ഞാൻ കറക്റ്റ് സ്റ്റോപ്പ് ചെയ്ത് ഗൈസ്. പിന്നെ ഞാൻ റോങ് സൈഡ് കയറത്തില്ല. ഗ്രീന് കിളവൻ എവിടെ പോടാ. അത് ഞാൻ ക്രോസ് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴാണ് കിളവൻ വന്നത്. ഇനി വെറുതെ ഇല്ലാന്ന് പറയണ്ട. അപ്പൊ ഞാൻ എന്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവനാണ് വണ്ടി ഓടിക്കേണ്ടത്. ഞാൻ നിനക്ക് കാണിച്ചു തരണം ദുഷ്ട. ഇനി നിന്നെ ഞാൻ ഈ മാപ്പിന്റെ തല വരെ കൊണ്ടുപോകും. കൊണ്ടുപോയിക്കോ. എനിക്കിപ്പോ എന്താ, ഞാനൊരു പ്രോ ആണ്. ഓ നമുക്ക് കാണാം ഗൈസ് പ്രോയുടെ ഗെയിം പ്ലേ നമുക്ക് ഇന്ന് കാണാം. തൽക്കാലം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് തരാം. സ്ട്രെയിറ്റ് റോഡ് വേണ്ട, സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് വേണ്ട. നമുക്ക് വളവും തിരിവൊക്കെ കുറച്ച് വേണം. ഞാൻ തൽക്കാലം ഇതാ ഇവിടെ വെക്കണ്ട. അങ്ങ് കൂടി അല്ല വേണ്ട, ഇവിടെ ഇത് മതി. തൽക്കാലം ഇത് മതി. നീ കൊണ്ടോ. എനിക്ക് ഏത് കാട്ടുമല്ല വണ്ടി ഓട്ടത്. ഇവൻ എന്താണാ കാണിക്കണേ? ഓട്ടാൻ അറിയുന്നൊരു മനുഷ്യൻ കേട്ടാ. സ്റ്റോപ്പാക്കി കളിക്കുക. ആൾക്കാരെ തെറി പറയുന്നത് റൂൾസിനെതിരാണ്. അങ്ങനെ ഒരു റൂള് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ സ്കൂളിൽ പോയാലൊന്നും തെറി വിളിക്കാറില്ല. എൻ്റെ വായിന്ന് ഇതുവരെ സ്കൂളിൽ തെറി വിളിച്ചില്ല. വേണമെങ്കിൽ എൻ്റെ സ്കൂളിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ടുണ്ട്, അവർ കമന്റ് ചെയ്യും. ഇല്ല ഞാൻ ഇതുവരെ സ്കൂളിൽ നിന്ന് തെറി ഉപയോഗിച്ചിട്ടില്ല. ഞാനിതുവരെ ആരെയും തല്ലിയിട്ടുമില്ല സ്കൂളിൽ നിന്ന്. ഒരു പാവം കുട്ടിയാണ്. ഞാൻ പഠിക്കാൻ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. വിശ്വസിക്കുന്ന കേട്ടോ, പാവന്നല്ല. ഓനൊന്നൊരു ചെക്കൻ നമ്മൾ ടൂർ പോയപ്പോൾ മൂത്ത് പൊത്തിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട് കഴിച്ചു. തിരിച്ചു കൊടുത്താൽ കരഞ്ഞ് കാറി കയറി പോയി കഴിച്ചു. ഇപ്പൊ പോയപ്പോഴേ അവൻ എന്നെ കുത്താവുന്നതാ. തിരിച്ച് നല്ലോണം കൊടുത്തു. അത് ചുണ്ട് പൊടി ചോരട് വന്ന്. അല്ല ഞാൻ തല്ലിയിട്ടൊന്നുമില്ല ഗൈസ്. ഞാൻ തല്ലിയിട്ടില്ല, ഞാൻ തല്ലാറില്ല. ഞാൻ നല്ല കുട്ടിയാണ്. നേരത്തെ നീ വേണം ഞാൻ കട്ടായിക്കടാ ദുഷ്ട. ഒരു പോയിന്റ് പോലും കുറയ്ക്കാൻ കാണുന്നില്ലല്ലോ. റെഡ് ലൈറ്റ് അല്ല ഗ്രീൻ ലൈറ്റ്. ഇവന്റെ കണ്ണ ഇങ്ങോട്ടാ ഗൈസ്.
ഈ വീഡിയോ നമുക്ക് ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. സബ്സ്ക്രൈബ് ലൈക്ക് ഓർമ്മിപ്പിക്കാനായിരുന്നു ഞാൻ ബാക്ക് അടിച്ചത്. ഓക്കെ, ഇനി ഇവരെവിടെ കൊണ്ടുവന്ന് നമുക്ക് കാണണ്ടേ, നോക്കാം. ഇവൻ പക്കാ ലാഗാണല്ലേ ഗൈസ്, ഇവൻ പതുക്കെ പോവാ. ഞാൻ മോട്ടറൊന്നുമല്ല, നല്ല മഴ. ഈടാ ഇവൻ എന്താടാ ഒരു പോയിന്റ് പോലും കുറയ്ക്കാൻ കഴിയുന്നില്ലല്ലോ. ഒരു പോയിന്റ് റോങ് സൈഡ് കയറി. റോങ് സൈഡ്. ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും കുറയ്ക്കും. റോങ് സൈഡ് കയറി. ഇതെന്ത് റോങ് സൈഡ്? ഈ വരന്റെ അപ്പുറത്താ നീ ഉണ്ടായിരുന്നെ. ഇങ്ങോട്ട് വരുന്ന വണ്ടികൾക്കുള്ളതാണ്. 8 മാർക്കില്ല പോയിട്ട് 9 മാർക്കാണ്. ഇനി ഒരു മാർക്ക് കൂടി കുറച്ച് സമമാവുമല്ലോ. ഓന് 6 മാർക്കായി. ഇവന് 6 ആണ്. Don't block the box. Fine. വിട്ട ഗ്രീൻ ലൈറ്റ് കത്തിയിട്ട് നടുറോട്ടിൽ നിൽക്കുന്നത് ബാൻ ചെയ്യപ്പെട്ടു. ഗ്രീൻ ലൈറ്റ് കത്തി ബ്ലോക്ക് ഉണ്ടാക്കാൻ പാടില്ല. പൊക്ക ഇനി എവിടെയെങ്കിലും ഒന്ന് ഇടിക്കണം. റോങ് സൈഡ് വീണ്ടും കയറി. അപ്പോ റോങ് സൈഡ് പ്രശ്നമല്ല. എന്റെ കുറച്ചിട്ട് റോങ് സൈഡ് റോങ് സൈഡ് ഞാൻ റോങ് സൈഡ് പോയിട്ടില്ലായിരുന്നു. റോങ് സൈഡ് നല്ലോണം പോയിട്ടുണ്ട്. ഞാൻ പക്ഷെ അതൊന്നും പറഞ്ഞില്ല. വേണമെങ്കിൽ എന്റെ വീഡിയോ കണ്ടു. റോങ് സൈഡ് ഞാൻ കൂട്ടൂല. റോങ് സൈഡ് സാധാരണ നമ്മൾ ഇന്ത്യയിലും കേരളത്തിലൊക്കെ വണ്ടി പോകണം. എങ്ങനെ റോങ് സൈഡ് പോയി കഴിഞ്ഞാൽ കേസാണ്. അത് ശരിക്കും പറ്റില്ല, തെറിയാക്കാം. പക്ഷെ ഇതിലും അങ്ങനെ ഇതിലങ്ങനെയല്ല. പറഞ്ഞില്ല, നമ്മള് റൂൾസ് പാലിക്കാന്ന് വെച്ചാൽ ഇവരെ ഞാൻ എടുത്ത് ഒഴിവാക്കുന്നു. റൂൾസ് പാലിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് റൂൾസാണ്. അത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. എടാ മറ്റൂരൊക്കെ പോകണം റോങ് സൈഡ്. അത് റോങ് സൈഡ് അല്ല, അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. എടാ ഇവിടുന്ന് ഇതാ പോണ ഒരുത്തൻ. അത് 1 വേ ആണ്. ഇനി റോങ് സൈഡ് കഴിക്കും. ഇനി ഇവിടെ 1 വേ നേരത്തെ ഇനി ഞാൻ പറഞ്ഞു. എനിക്കറിയോ, ഇനി 1 വേ ആണ്. നീ കഴിക്കും. എനിക്ക് 8 മാർക്കാണ്. ഞാനാണ് കൈസ് ഏറ്റിട്ടു. മനസ്സിലായോ? ഞാൻ ജയിക്കും. എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ എപ്പോ ജയിക്കാം. ഏതെങ്കിലും കാറിന്റെ മൂട്ടിക്കൊണ്ടി കഴിഞ്ഞാൽ ഈ 1 വേയിലൊന്ന് ട്രാഫിക് ഇല്ല. ഇനി 1 വേ അല്ല കേട്ടോ. ഇനി അങ്ങോട്ട് 1 വേ അല്ല. ഇനി റോങ് സൈഡ് കയറിയാ കേസാണ്. ഓലൊക്കെ റോങ് സൈഡ്. റോങ് സൈഡ് അല്ല, ഇത് 1 വേ കേട്ടോ. ഇത് 1 വേ. അപ്പുറത്തിങ്ങോട്ട് വരുന്ന വണ്ടികൾ അപ്പുറത്തോട്ട് അവിടെ എന്താ എത്തിയോ? ജസ്റ്റ് കുറച്ചു നേരം മുമ്പ് ഈ വണ്ടിക്കൊന്ന് വന്ന് ഇടിച്ചുവിടായിരുന്നു. ഇപ്പൊ തന്നെ ഇടിക്കണം. ഞാനാണ് ഇന്നത്തെ വീഡിയോത്തെ വിന്നർ. എന്താ പറയാനല്ലോ, ഇത്രയും കാലം കളിച്ചിട്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. ഗൈസ്, ഇനി റൂൾസിന്റെ പരിപാടിയും പറഞ്ഞ് ഇവൻ എൻ്റെ അടുത്തോട്ട് വരില്ല. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. മതിയായി ഗൈസ്, ഈ ജീവിതം മതിയായി. ഇത്രയും ചെറിയൊരു ലൊട്ടയുടെ അടുത്തുനിന്ന് തോൽവി. അയ്യ ചത്തില്ലേ? എടാ ചാവടാ. എടാ ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ട് ചാവേ. തൽക്കാലം ഒരു കാര്യം ചെയ്യാം. മിസൈൽ ലോഞ്ചർ അവിടെ മൂട്ടിലിട്ട് പൊട്ടിച്ചാൽ മതി. ആത്മഹത്യ ചെയ്യാം. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ അവിടെ ഉണ്ടാവും. നമ്മൾ ആത്മഹത്യ റോക്കറ്റോ ഭയങ്കര രസമായിട്ട് കാണാൻ. പോകട്ടെ. എനിക്ക് ജീവിതം മതിയായി ഗൈസ്. ഒരു ചെറിയ ഷൊട്ടയുടെ അടുത്ത് തോറ്റതിൻ്റെ വിഷമം നിങ്ങൾക്കാർക്ക് മനസ്സിലാവില്ല. പിന്നെ ഞാൻ തേങ്ങ വാങ്ങിത്തരാം. ഞാൻ തെറി വിടോ? ഞാൻ തെറി വിട്ടിരിക്കും. നിങ്ങളും വിട്ടോടി. എന്താ വിട്ടോ? വേണ്ട ഞാൻ വാങ്ങിത്തരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ മണുകുളാഞ്ചന ഞാൻ ഇനി ഈ വീഡിയോയിലോട്ട് ക്ഷണിക്കത്തില്ല. ഇവൻ എന്താണ് ഇങ്ങനെ കണ്ട? ശരി, ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ? വാങ്ങിത്തരാം, ഞാൻ വാങ്ങി കൊടുത്തോളാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ നീ ഒന്ന് പറയും. ഗൈസ് കമന്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് അടിച്ചു പൊട്ടിച്ചോ. അപ്പം കുറച്ച് ഓവർ ആക്ടിങ് ആണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.